ഗൈസ് ഇത് കണ്ടോ, എൻ്റെ കുമ്പളങ്ങയായി. കുമ്പളങ്ങ ആദ്യമായിട്ടാട്ടോ. ഒരുപാട് സന്തോഷമുണ്ട്. ആദ്യമായിട്ടാണ് എൻ്റെ കുമ്പളങ്ങ ഇത്രത്തോളം ആകുന്നത് ഗൈസ്. ആദ്യമായിട്ടുണ്ടായ കുമ്പളങ്ങ. അപ്പോൾ ഇത് നമ്മളിന്ന് ഈ കുമ്പളങ്ങയെ പറിച്ച് നല്ല അരച്ച് കൂട്ടാനാക്കി കഴിക്കുന്നതായിരിക്കും. ഇത് വിളവായോ എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. ഇത് ഇങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു. ഇത് ഒരു അധികം വണ്ണം വെക്കുന്ന കുമ്പളങ്ങയല്ല ഇത്. ഇത് നീളിച്ചിട്ടുള്ളൊരു കുമ്പളങ്ങയാണ് കേട്ടോ. വിത്ത് കിട്ടിയപ്പോഴേ ഞാനിത് കടയിൽ നിന്ന് വാങ്ങിയിട്ട് അതിൻ്റെ വിത്ത് ഇട്ടപ്പോഴാണ് ഇതുണ്ടായത് കേട്ടോ. അപ്പോൾ ആ കുമ്പളങ്ങ ഇതേപോലെ ഇങ്ങനെ നീളിച്ചിട്ടാണ്. അധികം വണ്ണമല്ലാതെ വണ്ണമുണ്ട്, പക്ഷേ അധികം വണ്ണം വല്ലാതെ കണ്ട് നല്ല ചില കുമ്പളങ്ങ നല്ല വണ്ണത്തിൽ പോക്രാച്ചി മാതിരി ഇരിക്കുമല്ലോ. പോക്രാച്ചി മാതിരി ഇരിക്കും. അങ്ങനെയുള്ള കുമ്പളങ്ങ അല്ല ഇത്. അത്യാവശ്യം വണ്ണവും അത്യാവശ്യം വണ്ണമുണ്ട്, പക്ഷെ നല്ല ഓവർ വണ്ണമല്ല എന്തായാലും. പക്ഷേ ഇതിൽ വണ്ണമില്ലാത്ത മാതിരിയാട്ടോ തോന്നുന്നത്. അപ്പം ഇത് മാത്രമല്ല, ഇതിൻ്റെ മുകളിൽ ഇനിയും കുമ്പളങ്ങ ഉണ്ട് കേട്ടോ. ഉണ്ടോ? ഇത് ഇക്കാൻ്റെ പണിയാണ്. റോട്ടിൽ നിന്നൊക്കെ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഇട്ട് വെച്ചിരിക്കുകയാണ് കുമ്പളങ്ങ. ഈ കുമ്പളങ്ങ ആയി വരുന്നതേ ഉള്ളൂ, ആയിട്ടില്ലെന്ന് തോന്നുന്നു. എനിക്ക് ഈ കുമ്പളങ്ങ ഉണ്ടായ വേറൊരു ഇതുണ്ടാക്കണം, ഒരു പലഹാരം ഉണ്ടാക്കണം കേട്ടോ. അപ്പം നമ്മളെ ഈ കുമ്പളങ്ങൻ്റെ വള്ളിയൊക്കെ കണ്ട, ഇതൊക്കെ വെച്ച് വള്ളി കയറാൻ സെറ്റപ്പാക്കി വെച്ചിട്ടാണ് ഇതങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പം ഇനിയിപ്പോൾ നമ്മളെ ഓട്ടുംപുറത്തേക്കാണ് ഇത് കയറിയിരിക്കുന്നത്. ഓട്ടുംപുറത്തും ഉണ്ട് 2 കുമ്പളങ്ങളപ്പം നല്ല വെയിലാണ്. ഓട്ടുംപുറമൊന്നും കാണിക്കാൻ വയ്യ, വെയിലത്ത് നിന്നിട്ട്. അപ്പം നമുക്ക് ഇത് കുമ്പളങ്ങ കട്ട് ചെയ്തെടുത്താലോ അതിന് വിചാരിക്കുന്നു കേട്ടോ ഗൈസ്. ഇതിൻ്റെ മുകളിലൊക്കെ ഒരു വെള്ളപ്പൊടി, ഇത് പാകമാകുമ്പോഴാന്ന് തോന്നൂലേ വെള്ളപ്പൊടി വരിക. അപ്പോൾ അത്യാവശ്യം വെള്ളപ്പൊടി വന്നാണ്.